ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വെള്ളിയാഴ്ച നല്ലൊരു ദിവസമായിരുന്നു. ഓർക്കാണ്ട് ഉള്ള വിചാരിക്കാത്ത കുറേ സംഭവങ്ങളാണ് നടന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ നടയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, ലൈറ്റ് ഇട്ടിട്ടില്ല. അങ്ങനെ രാവിലെ നല്ല മഴയാണ്, നല്ല സുഖമുള്ളൊരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ നമ്മളുടെ അന്നത്തെ തുടച്ച ബനിയൻ അവിടെ മതിലുമൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ കിടന്നോട്ടെ, ഒരു കറുപ്പ് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് തമാശ പറഞ്ഞതാണ് കേട്ടോ. ഞാനത് എടുക്കാൻ മറന്നത്. അപ്പോൾ വീണ്ടും അത് നനഞ്ഞു കുതിർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് ഡാഡി ഇങ്ങനെ പ്രകൃതി ഭംഗി നോക്കി നിൽക്കുക. അപ്പോൾ നോക്കിയപ്പോൾ നിറച്ച് നെല്ല് കൊത്തിയിട്ടൊക്കെ. ഞാനത് കാണിച്ചു തരാം ശരിക്കും കേട്ടോ. ഇതൊന്നും അല്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ കാണണം നെല്ലിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു നോക്കിയപ്പോൾ ഡിവൈൻ ഒരുവിധം എല്ലാം കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തോമുനെ ഞാൻ പറഞ്ഞില്ലേ, തോമുനെ 9:15 ആകുമ്പോഴാണ് റെഡിയാക്കുക. അപ്പോൾ അതിൽ മുമ്പായിട്ട് വേഗം ആൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകും. അപ്പോൾ ഇന്ന് നൂഡിൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ട് ആൾ പോയിട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ് വന്ന് ഞാൻ വിചാരിച്ചു മാതാവിനും മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് തുടങ്ങാം. ഞാൻ എന്തായാലും ഇത്ര നേരത്തെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് മാതാവിനോടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പതുക്കെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ പുറത്തെങ്ങനെ വെച്ചാൽ രാവിലെ തന്നെ ഡാഡിയാണ് എണീറ്റ് വഴിക്ക് അവരെ 3 പേരെയും അഴിച്ചിടാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ 3 ആളും കൂടിയിട്ട് ഒന്ന് വരും. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഓടും. അങ്ങനെയാണ് പതിവ്. പക്ഷേ വർഷക്കാലം ആയതിനു ശേഷം കിടന്നോടത്തൊന്നും എണീക്കാൻ ഭയങ്കര മടി. അവർക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള സംഭവമല്ല, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ തോമു റെഡിയായിട്ട് വന്നേക്കണു പോവാനായിട്ട്. കുറേ നല്ല നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ തോമുവിന്. പാച്ചുവിനും വരുത്തിച്ചിട്ടുണ്ട്, ഒക്കെ ഓൺലൈനിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ അപ്പയുടെ കൂടെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡോണിൻ്റെ കൂടെയാണ് ഇപ്പോൾ 2-3 ദിവസം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച തൊട്ട് ഇനി നമ്മൾ ആരും കൂടെ ഡിവൈൻ കൂടെ ഇരിക്കേണ്ടെന്ന് തോന്നുന്നുണ്ട് തോമുവിൻ്റെ കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് കുറേ മെസ്സേജുകൾ. സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 9 മണിക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്യെങ്കിലും ഞാൻ നോക്കാറില്ല. അപ്പോൾ ഇന്ന് കുട്ടികളെയൊക്കെ യാത്ര അയച്ച് അവർ പോയതിന് ശേഷമാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ, പോണതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഫോൺ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടമാനം മെസ്സേജുകൾ. ആൻറ്റി സൗണ്ട്, പിന്നെ കോളുകൾ പതിവില്ലാണ്ട് കുറേ കോളും. നോക്കിയപ്പോൾ എൻ്റെ വീഡിയോന് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പുലർച്ചയൊക്കെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്, 2 റൗണ്ട് ലേറ്റായിരുന്നു. അപ്പം ഞാൻ ഗ്രൂപ്പിലുള്ള കുട്ടികളോട് ഞാൻ ആ വിവരം പറയണം, ഇന്നത് മാതിരി മക്കളെ ഉണ്ടായത്. അപ്പോൾ അവരൊക്കെ എന്ത് പറ്റി ഇനി ആൻറ്റിക്ക് വയ്യാണ്ടാണോ. അപ്പോൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എനിക്ക് എന്തോ അസുഖമായിട്ടാണെന്ന്. അപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്നെ ഒന്ന് കാണാണ്ടായി ഒരു 5 മിനിറ്റ് വൈകി എല്ലാവരും അന്വേഷിക്കും എവിടെ പോയി എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം എന്താ പറയുക, ഈ കാലത്ത് മക്കൾ പോലും അന്വേഷിക്കാത്ത കാലമാണ്. എൻ്റെ കാര്യമല്ല കേട്ടോ പറയണത്, മൊത്തത്തിലാണ് ഞാൻ പറയണത്. അങ്ങനെയുള്ള സമയത്ത് എവിടെയോ കിടക്കുന്ന കുറേ മക്കൾ ആൻറ്റി എന്തേ കാണാത്ത, ആൻറ്റിക്ക് എന്തേ വയ്യാണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുക പറഞ്ഞാൽ അതൊരു ഭയങ്കര എന്താ പറയുക, എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഇവരെല്ലാവരും. ഞാനത് എപ്പോഴും പറയും, ഗ്രൂപ്പിലായാലും കുട്ടികളോടും പറയും. അപ്പോൾ അങ്ങനെ എല്ലാവരും പതുക്കെ പുറത്തേക്കൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ രംഗം ശൂന്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കുട്ടിക്ക് 2 സാരി വേണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സാരികൾ റീസ്റ്റോക്ക് ചെയ്ത് സെയിം സംഭവം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ മോൾക്ക് ആവശ്യമുള്ള സാരിക്ക് വേണ്ടി ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചു. ആ നേരത്താണ് ഫോൺ വന്നത്. ഫോൺ വാങ്ങിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഡോൺ വിളിച്ചു. ഇനിയിപ്പോൾ വൈകിക്കേണ്ട. അപ്പോൾ ഡാഡിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നോക്കണ്ട, കാരണം ബിസിനസ് ഫോണും പിന്നെ നമ്മളുടെ ഇതൊക്കെ ഒന്നിലാണ്, മറ്റേ വീഡിയോ എടുക്കണതും ഒറ്റ ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹാങ് ആവണതാണ്. കാരണം എനിക്ക് ഫോട്ടോസ് കണ്ടമാനം ഞാൻ എടുത്ത് സ്റ്റോർ ചെയ്യണതല്ലേ. അപ്പോൾ എന്തായാലും ഡിവൈനും മോനും ഇവിടെ സ്കൂളിലാണല്ലോ, ഫസ്റ്റ് സ്കൂളിലാണ്. അപ്പോൾ ഞാനും ഡോണും ചാക്കോച്ചനും കൂടി വന്ന് ഞാനും ഡാഡിയും കൂടി ഒരുമിച്ച് ഞങ്ങൾ ഫസ്റ്റ് സ്കൂളിൽ പോയി. അവിടുന്ന് തോമുനെയും ഡിവൈനെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വേണൂസിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്കൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ബേബി സണ്ണിൻ്റെ അതിലേ ഞങ്ങൾ ഇന്ന് പോയത്, നമ്മുടെ പാച്ചു പോകുന്ന സ്കൂൾ കേട്ടോ. അപ്പോൾ പാച്ചു ഇപ്പോൾ ഇനി അപ്പയുള്ള കാരണം അപ്പം പോയി കഴിഞ്ഞിട്ടേ വരുള്ളൂ, വന്നിട്ടാവും ഇനി പോവുക കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഓരോരുത്തർ വന്ന് കൊണ്ടുപോയി തുടങ്ങി. അപ്പോൾ തോമുനിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സംഭവം. ഇന്നും അതെ, അവനൊന്ന് ചെറുതായിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ സ്റ്റാർ കിട്ടിയെന്ന്. അപ്പോൾ നമ്മുടെ പാച്ചുവും വരുമ്പോൾ സ്റ്റാർ കഴിയുമ്പോൾ ഒട്ടിച്ചിട്ട് വരാമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊരു പ്രോത്സാഹനമാണത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കാളത്തോടുള്ള വേണൂസിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ വേണൂസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഡിവൈൻ ഫോൺ ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഏതാണ് എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ആവശ്യമൊക്കെ പറഞ്ഞ്
അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ശീലമില്ല. അപ്പോൾ ഡിംപിളായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആൻസൺ അല്ലെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ ഡോൺ, ഇവർ 3 പേരാണ് ഞങ്ങൾക്ക് വേണ്ടി ഫോണുകൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. ആൻസനായാലും ഡിവൈനായാലും ഇതിനെക്കുറിച്ച് ഞങ്ങളെക്കാളൊക്കെ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരെ ആ 2 പേരെയാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുക. അങ്ങനെ അവിടെ നിന്ന് ഡിവൈനാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോൾ തോമുവിന് ഭയങ്കര ഇൻട്രസ്റ്റായി അവിടെ കയറി ഇറങ്ങി കളിക്കാനൊക്കെ. അപ്പോൾ അവർ ഇവരാണ് കേട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അപ്പോൾ നമുക്കൊന്നും അറിയണ്ട, നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞു ഇന്നതാണ് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ മമ്മിക്കല്ല. അപ്പം എനിക്ക് തോന്നുന്നു വർഷങ്ങളായി നമ്മൾ ഈ വേണൂസുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പോൾ അവിടുന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വന്നാലും ആദ്യം വേണൂസ് പറയുമ്പോൾ പുതിയ പുതിയ കുറേ ഷോറൂമുകൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഓടിപ്പോവുക വേണൂസിലേക്ക് കേട്ടോ. അങ്ങനെ അവിടുന്ന് എനിക്ക് പ്രൊഫഷണൽ കൊറിയറിൽ നിന്നൊരു കോൾ വന്നു, ഒരു പാർസൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സാധാരണ ഓർണമെൻറ്റ്സ് റീപ്ലേറ്റ് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളാണ് വരാറ്. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഏതോ ഒന്ന് വരാനുണ്ട്, അപ്പോൾ അതായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നപ്പോൾ നോക്കിയപ്പോൾ ഡാഡി വലിയൊരു പെട്ടി മേടിച്ച് കയറ്റി, ഭയങ്കര വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെന്നോട് പറഞ്ഞു ആരെങ്കിലും മമ്മിക്ക് ചെടി അയച്ചതാവും, ചട്ടി അടക്കമുള്ള ചെടി അയച്ചതാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എന്തുട്ടണാവോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ തെക്കേക്കരയുടെ അവിടെ എത്തിയപ്പോൾ ഇറങ്ങി. അപ്പോൾ ശരിക്കും 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ ഇറങ്ങി. അപ്പോൾ തെക്കേക്കരയുടെ മുമ്പിൽ നിർത്താണ്ട് കുറച്ച് മുന്നിലേക്ക് നീക്കിയിട്ടാണ് നിർത്തിയത്. കാരണം തോമു ഇനി കൂടെ ഇറങ്ങിപ്പോയിട്ട് വാശി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പാച്ചുവിനെ ചാക്കോച്ചനെ ഡിവൈൻ തോമുവിൻ്റെ ഡോണിൻ്റെ മടിയിൽ വെച്ചെടുത്ത് തോമു ഇതിൻ്റെ ഇടയിൽ കൂടെ ഫ്രണ്ടിലേക്ക് ചാടി. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പയുടെ മടിയിൽ ചാക്കോച്ചനെ ഇരിക്കുമ്പോൾ ഭയങ്കര വിഷമം, അപ്പോൾ ഒപ്പം ഇരുന്നാലേ ഒരു സുഖമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കവറ് എൻ്റെ കയ്യിലാട്ടോ വേണൂസിൻ്റെ ഫോണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തന്നത് ചെയ്യാതല്ലാണ്ട് എനിക്ക് അല്ലാണ്ട് വേറെ അറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞാൻ ആദ്യം എഴുതി വെക്കും, എന്നിട്ട് അത് നോക്കി 2-3 വട്ടം ചെയ്ത് പിന്നെ അങ്ങോട്ട് തന്നെ ചെയ്യും. അങ്ങനെയാണ് ശീലം. അപ്പോൾ ഇത് പുതിയ ഫോണായതുകൊണ്ട് എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനത് തൊടുള്ളൂ എന്ന് വിചാരിച്ചിട്ട്, കാരണം എന്തെങ്കിലും ചെയ്തിട്ട് വല്ല പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് പേടിയായിട്ടാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തിയിട്ട് നമ്മളെന്താ ചെയ്യുക, പാക്കറ്റ് പൊട്ടിക്കുക. അപ്പോൾ നമ്മുടെ തോമുട്ടൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ, സ്കൂളിലത്തെ വിശേഷങ്ങൾ, അവൻ്റെ അവിടുത്തെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ ഇപ്പൊക്കെ പറഞ്ഞു തുടങ്ങിയ കാരണം കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി. അപ്പോൾ മഴയൊന്നുമില്ല, നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഡിവൈൻ സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോക്സ് കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ ഞാനും അത്ഭുതപ്പെട്ട് ഇത് എന്താണ് ഇത്ര വലിയ ബോക്സ്, ആരാണിത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടി, ഞങ്ങൾ സ്ഥിരം ചാറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. എപ്പോഴും നമ്മളെന്താ പറയുക, കുറേ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളല്ലെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ പരസ്പരം പറയുന്ന ഒരു മോളാണ് കേട്ടോ. അപ്പോൾ ആ മോള് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടാവും, ഇസ്രായേലിൽ പോയിട്ട് അവിടെ മെഴുകുതിരി കത്തിച്ചതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈശോ ഉയർത്തെണീറ്റ കല്ലും ഒക്കെ അന്ന് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിശദമായിട്ട് ഞാൻ ഒരുമിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ആ മോളാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോളാണോ ഇത് അയച്ചത് ചോദിച്ചു. പറഞ്ഞു അയ്യോ ആൻറ്റി അതിലൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, അത് പാക്കിങ് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറേ ഇത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തുറന്ന വഴിക്ക് കുറേ പാക്കിങ്ങും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ തുറന്നു. അപ്പോൾ ഡോൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈനും ഫ്രീ ആവണം, പിന്നെ ഡിംപിളില്ല. അപ്പോൾ എന്നാൽ ശരി അങ്ങനെ ആവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഡാഡി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി, അങ്ങനെ തന്നെ അത് വെച്ച് അടച്ചു. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫ്ലേവേർഡ് ടീ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പാക്കറ്റ് എടുത്തു, പിന്നെ ആവാമെന്ന് വെച്ചിട്ട് വീണ്ടും അതിനകത്ത് തന്നെ വെച്ച് അടച്ചു. എന്തായാലും ഡോൺ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് സത്യം പറഞ്ഞ് ആരും ഭക്ഷണം കഴിച്ചില്ല. ഡിവൈൻ അവിടെ നിന്ന് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയും ഇതും കുടിച്ച്, ഡിവൈൻ ചായ പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ ആകെ ഒരു തുണ്ട് പാലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ വെച്ചു, ബാക്കി അവിടെ വെച്ചെങ്കിലും പിന്നീട് ഡാഡി എൻ്റെ അടുത്ത് കഴിക്കുകയും ചെയ്ത് പാല് വാങ്ങിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോൺ രാത്രി വന്നപ്പോഴാണ് പാല് കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ കട്ടനുമേ കയറുക കേട്ടോ. കട്ടൻ എന്ന് പറഞ്ഞാൽ ഫ്ലേവേർഡ് ടീ ആണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നെ കളിയാക്കിയിട്ട് പറയും മമ്മി ഇപ്പോൾ ഭംഗി വെച്ചു എന്ന് പറയുന്നത് ഈ ഫ്ലേവേർഡ് ടീ ഒക്കെ കഴിച്ചിട്ടാന്ന് പറയും കേട്ടോ. സംഭവം പറയാൻ പറ്റില്ല, നമ്മൾ റോസും ചെമ്പരത്തി ഇതൊക്കെ നല്ല നല്ല സംഭവങ്ങളല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ. പക്ഷേ ഇതിൽ സത്യം ഇല്ലാണ്ടിരിക്കില്ല, എൻ്റെ സൗന്ദര്യമല്ല മൊത്തത്തിലുള്ള കാര്യത്തിനാണെങ്കിൽ ചിലപ്പോൾ ഇത് നല്ലതായിരിക്കാം. കാരണം ഞാനത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ കുട്ടികളോട് പറയണം ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചു കേട്ടോ എന്നൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഞാൻ അവരോട് പറയണതാണ്. അങ്ങനെ ഞാൻ ഇത് പുതിയത് ഇന്ന് കൊണ്ടുവന്ന കുറച്ച് സെറ്റാണ്. കുറച്ച് പേർക്ക്
പേള് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേള് സാധാരണ നമ്മുടെ കയ്യിൽ വലിയ പേളുകളാണ്, എല്ലായിടത്തും കണ്ടുവരുന്ന പേളുകളായിരുന്നു. അപ്പോൾ ഇത് നല്ല കൊച്ചു പേളാണ് കേട്ടോ, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ വൈറ്റ് സ്റ്റോൺസ് ഉണ്ട് ഇങ്ങനെ വള, അതിൻ്റെ തന്നെ പേളാണ്. അപ്പോൾ ഇത് എല്ലാ സൈസും ഉണ്ട് കേട്ടോ, 2.2, 2.4, 2.6. അപ്പോൾ ഞാൻ ഈ ബോക്സിൻ്റെ മുകളിൽ വെച്ച് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൈസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ സത്യം പറഞ്ഞാൽ ഇത്രയും പാട് കഴിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല, ഉറക്കവും പോയി, എന്താ പറയുക, മൊത്തത്തിൽ വയ്യാണ്ടായി. അപ്പോൾ ഇത് റൂബിയും മറ്റേ പേളും കൂടിയിട്ടുള്ള നല്ലൊരു സംഭവമാട്ടോ. ഇതിൻ്റെ തന്നെ റൂബി ജെയ്ഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് കഴിഞ്ഞു, റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ഇത് ഈ പറയണ റൂബി നല്ല ഭംഗിയാണ്, വളരെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് ഒരു 2 ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, 2 കയ്യിൽ 2, അല്ലെങ്കിൽ ഓരോന്നിട്ടാലും വിരോധമില്ല, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ 2.4, 2.6 ഒക്കെ ഉണ്ട്. ഞാൻ അതാത് ചെപ്പിൻ്റെ മുകളിൽ വെച്ച് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെപ്പിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളാട്ടോ, എനിക്ക് ആ അളവ് ഇതാണെന്ന് അറിയാനാണ്. അപ്പം നാളെ ആയാലും വല്ലവരും ചോദിക്കുമ്പോൾ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഫോട്ടോ നോക്കിയാൽ മതിയല്ലോ. ഇതെല്ലാതും ഞാൻ ഫോട്ടോസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പം കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറാണല്ലോ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഇതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ ബിസിനസ്സിൽ അങ്ങനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസമായിട്ടുള്ളൂ ഞാൻ ഇതിൽ മുഴുവൻ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, അതൊരു എല്ലാവരും ചോദിച്ച് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോണൊക്കെ അവിടെ വെച്ച് കുറച്ച് നേരം ഇനി മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ നിന്നു. പക്ഷേ എന്നിട്ടും പറ്റിയില്ല കേട്ടോ. ഈ ഷൂവൊക്കെ നിർത്ത് മാറ്റണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. പരിയപ്പുറം ചതിച്ചു. പരിയപ്പുറം എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയൂട്ടോ, ആൻറ്റിയുടെ ഭാഷ പരിയപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ എന്നെ കളിയാക്കും. പരിയപ്പുറം എന്ന് പറയുന്നത് പിന്നാമ്പുറമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങൾ ഡാഡിയാണ് കേട്ടോ ഓരോന്ന് ക്ലിയർ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കിളിയുടെ പണി നോക്കിയേ, കംപ്ലീറ്റ് മറ്റേ നെൽക്കതിർ കംപ്ലീറ്റ് കൊത്തിയിട്ടു. പക്ഷേ എന്തോ ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നുന്നു ഈ നെൽക്കതിറിന് ഒരു 20 വർഷത്തിനേക്കാൾ എനിക്ക് തോന്നുന്നു ഡിമ്പിളിൻ്റെ 13ാമത്തെ വയസ്സിലാണ് മറ്റേ നമ്മുടെ പട്ടി പ്രസവിച്ചപ്പോൾ ഫസ്റ്റ് കുട്ടീനെ കൊടുത്തിട്ട് പകരം നെൽക്കതിരാണ് ആ ആൻറ്റി തന്നത്. അപ്പോൾ അത്രയും പഴക്കം അതിനുണ്ട്. പക്ഷേ എത്ര കിളി തിന്നിട്ടും എനിക്ക് തോന്നുന്നു അതിനൊരു ക്ഷീണം പറ്റിയിട്ടില്ല. അതായത് കുറേ കൊഴിഞ്ഞ് പോകുമ്പോൾ അതിനൊന്ന് ശോഷിപ്പ് പറ്റില്ലേ. പക്ഷേ എന്താ അത്ഭുതമാണെന്ന് എനിക്കറിയില്ല, അതിന് ഇതുവരെ ഒരു കേടും പറ്റിയിട്ടില്ല കേട്ടോ. ഇത്രയും വർഷമായി, 13 വർഷം എന്ന് പറയുമ്പോൾ കുറച്ചൊന്നുമല്ല. 13ാമത്തെ വയസ്സിൽ, ഡിമ്പിളുടെ 13ാമത്തെ വയസ്സിലാണ്, ഇപ്പം 31 വയസ്സാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡാഡി എന്ത് കാണിച്ചു, അവിടെ നിന്ന് തൊട്ട് അടിച്ചു തുടങ്ങി. കാരണം ഫുൾ പ്ലാവിൻ്റെ ഇല ഒരു വശത്ത്, പിന്നെ പിന്നിൽ അപ്പുറത്തെ വീട്ടിലത്തെ എന്ത് മരാന്ന് എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ വലിയ ഇലകളാണ് കംപ്ലീറ്റ് നമ്മളുടെ പരിയപ്പുറത്താണ്. പക്ഷേ മരത്തിനോട് മാറി നിൽക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കത് പറക്കി കളയല്ലേ വേണ്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് വരെ ഒരു സ്ഥലത്തും ഒരു ഏതത്തറക്കത്തിനോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒന്നും ഇന്ന് വരെ ഞാനോ ഡാഡിയോ ഞങ്ങളാരും അങ്ങനെയൊന്നും നിൽക്കാറില്ല. കാരണം മരത്തിൻ്റെ രീതിയിൽ വളർന്നു പോകണം, എല്ലാത്തിൻ്റെ രീതിയിൽ നമ്മൾ അതിനെ ചൊല്ലി ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്കൊരു മരം ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് ചിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അങ്ങനെ പക്ഷേ അടിച്ചു വാരി തോറ്റു. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ കളിയാക്കി പറയും, ആ പ്ലാവിൻ്റെ മിറ്റടിക്കാനൊറ്റൊരാളെ നമ്മളെപ്പോഴും മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ പറയും, വല്ലവരുടെ പ്ലാവിൻ്റെ ഇല അടിക്കാനാണ് നമ്മൾ കാശ് കൊടുത്ത ആളെ വെക്കണേന്ന് പറയും. പിന്നെ ഞാനത് നിർത്തി. കാരണം എന്ത് കാര്യത്തിന് അങ്ങനെ ഒരു അപ്പോൾ ഇവിടെ നിറച്ച ഇലകളായിരുന്നു കേട്ടോ, ഫുൾ ഇലയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വെള്ളം വന്ന് കയറിയെന്ന് ഇവിടെ മൂടിയിട്ട്. അപ്പോൾ ഡ്രെയിനേജിലേക്ക് പോണ ഹോളിലൊക്കെ ഈ ഇല വന്ന് നിറഞ്ഞ് ചീഞ്ഞ് കിടന്നിട്ട് കംപ്ലീറ്റ് കണ്ടു. ഇങ്ങടാണ് ആ മരത്തിൻ്റെ സംഭവമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പുറത്ത് മാവും ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കും. ഇങ്ങേ പുറത്തത്തെ പിന്നെ എല്ലാതും അവർ വന്ന് വെട്ടിയപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെയൊക്കെ ഫുൾ ക്ലീൻ. അപ്പോൾ ഫ്രണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ വന്നപ്പോൾ പരിയപ്പുറത്തായി, പിന്നിലായി. ഇങ്ങനെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇനിയും ഈ പറഞ്ഞ പോലെ ചവറ് കൂടിയിട്ട് ഓട്ടടഞ്ഞിട്ട് ഇനി വെള്ളം പ്രശ്നമാവേണ്ട. നല്ല മഴയാണല്ലോ ഇപ്പോൾ, ഓർക്കാപ്പുറത്താണ് മഴ വരുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ആ വശം മുഴുവൻ ക്ലീൻ ചെയ്തു. അവിടെ നിന്ന് ഞാൻ ഫുള്ള് കുഞ്ഞു ചട്ടികളിൽ ഇഷ്ടം പോലെ ചട്ടികൾ ഇവിടെ അക്കീരോടത്തെയും, പിന്നെ ഈ നീലച്ചട്ടി നമ്മളുടെ പണ്ട് ഇപ്പോൾ ഡോണിൻ്റെ റൂം, ഡിവൈനും കുട്ടികളും ഡോണും ഉള്ള റൂം പണ്ട് ഗസ്റ്റ് റൂമായിരുന്നു, ഫുൾ ബ്ലൂ ആയിരുന്നു. അന്ന് ആ റൂം വേറൊരു പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ അതിൻ്റെ ഉള്ളിലത്തെ ചട്ടികളാണ് ഈ ബ്ലൂ കളറിൽ കാണുന്ന ചട്ടികൾ മുഴുവൻ. ഓരോ കോർണറിലും പണ്ടത്തെ നമ്മുടെ ഡിമ്പിളുടെ മറ്റേ ഹോം ടൂർ കണ്ടാലറിയാം നമ്മളുടെ വീട് എങ്ങനെയായിരുന്നു എന്ന് കേട്ടോ.
അപ്പോൾ അവിടുത്തെ ചട്ടികളാണ് ഈ ബ്ലൂ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ അതൊന്നുമില്ല. ഇപ്പോൾ അതൊക്കെ താഴേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിലൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ ആക്കി. മണി പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഇവിടെ എന്തുട്ടാ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ ചതുരൻ, എന്തുട്ടാ ഭൂമിയുടെ അടിയിൽ എന്തെങ്കിലും ഹോളാണോ എന്നൊക്കെ. ഒന്നുമല്ല, ഇത് നമ്മളുടെ സോളാറിൻ്റെ അവർ വന്നപ്പോൾ ചെയ്തിട്ടുള്ളതാണ്, അവരുടേതായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെടികളൊക്കെ പോയത്. ഫുള്ള് കുത്തിപ്പൊളിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ചട്ടികളൊക്കെ ഒരു വശത്ത് മാറ്റി ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളൊരു അവിടെ കുത്തിപ്പൊളിക്കുമ്പോഴത്തെ അന്തരീക്ഷം അങ്ങനെ ആയിരുന്നു. എന്നിട്ട് പിന്നീടാണ് സിമെൻറ്റൊക്കെ ഇട്ട്. അപ്പോൾ എന്താ പറയുക, പണ്ടത്തെ ഭംഗിയൊക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ എൻ്റെ വീടിൻ്റെ ഭംഗിയും പരിയപ്പുറവും ഫ്രണ്ടും ബാക്കൊക്കെ കാണണമെങ്കിൽ ആ ഹോം ടൂർ, ഡിമ്പിളുടെ ഹോം ടൂർ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എൻ്റെ വീട് കാണുമ്പോൾ എല്ലാവരും പറയും എന്തോ കുഴപ്പമെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ആവണില്ലല്ലോ, ഞാൻ വിചാരിച്ചു കൊടുത്ത് നിൽക്കണില്ലല്ലോ, കാര്യങ്ങൾ ഭംഗിയിലാക്കാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ എനിക്കൊരു തോന്നലാട്ടോ. സത്യത്തിൽ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷേ നമ്മൾ പറയില്ലേ, നമ്മളങ്ങനെ ശീലിച്ചിട്ട് അങ്ങനെ ആവണില്ലേ എന്നൊരു തോന്നലാണ്. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ചെടികൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്ത് വന്ന് നോക്കിയപ്പോൾ ഡാഡി അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തു. ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ മിനിയാന്ന് പറഞ്ഞില്ലേ നമ്മളുടെ നട ഇങ്ങനെയാണെന്ന്. ഇത് ശരിക്കും ഒരു കള്ളി മാത്രമാണ്. അത് നമ്മളത് പോയിൻ്റ് ചെയ്ത് ഭംഗിയിലാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ നോബർട്ടമ്മയുണ്ട്, മരത്താക്കരയിലത്തെ സിസ്റ്ററുടെ തിരുശേഷിപ്പ്. ശരിക്ക് സിസ്റ്റർ കുറച്ച് വർഷം കഴിയുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിലൊരു വിശുദ്ധയാവും എന്നുള്ളൊരു കണക്കൂട്ടലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തിരുശേഷിപ്പ് എല്ലാ റൂമിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും, നമ്മളുടെ കാലമല്ല, കുറേ നിങ്ങളൊക്കെ വലുതായി എൻ്റെ പ്രായമൊക്കെ ആവണ സമയത്താവും വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുക. അന്ന് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ തിരുശേഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ റൂമിലും ഒരേ കുഞ്ഞ് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ തോമു ഇതിപ്പോഴാണ് കാണുന്നത്. ഈശോനെ കാണാനില്ലല്ലോ, എവിടെ പോയി ഈശോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എവിടെ പോയി, എന്ത് പോയി, എങ്ങനെ പോയി എന്നൊക്കെ. അപ്പോൾ അപ്പം വന്നിട്ട് നമുക്ക് രണ്ടാമത് വെക്കണം. കാരണം അപ്പാപ്പന ഒറ്റയ്ക്ക് അത് പൊക്കി വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി, വെറുതെ ഒരു ഗ്ലാസ്സുമ്മയുള്ള പെയിൻറ്റിങ് വർക്കാണ് അതുമ്മയാണ് നമ്മൾ കണ്ടോ. ഇങ്ങനെ വെറുതെ ഒരു ഗ്ലാസ്സാണ്, നല്ല കനമുള്ളൊരു ഗ്ലാസ്സാണ്. അതുമ്മേ നമ്മുടെ ഷാജു ആശാരിയാണ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ബാക്കിൽ ആ ഡിസൈനിലൊക്കെ മറിച്ച് ഭയങ്കര ഭംഗിയിലാക്കിയിട്ട് പിന്നെ സ്ക്രൂ ചെയ്യുകയാണ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതിനകത്ത് ആദ്യം മെഴുകുതിരിയായിരുന്നു, മറ്റേ കത്തണ മെഴുകുതിരി. പക്ഷെ അത് പെട്ടെന്ന് കേടാവണ കാരണം ഞങ്ങളത് മാറ്റി ഇങ്ങനെ ഒരു കെടാവിളക്കാക്കി വെച്ചു. അപ്പം നേരത്തെ ഉണ്ടായിരുന്നത് നല്ല പ്രകാശമുള്ള ഒരു ബൾബായിരുന്നു. അപ്പോൾ ഡാഡി ഇതിപ്പോൾ 0 വോൾട്ട് വെച്ചതുകൊണ്ട് വെളിച്ചം ഒന്ന് കുറഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, ഇത് സാരില്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഈ നേരത്തിന് പോയിട്ട് നമുക്ക് അങ്ങനൊരു സംഭവം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, രാത്രി അതിൻ്റെ. അപ്പോൾ ഡാഡി കുറേ നോക്കി, പറ്റണില്ല. അപ്പോൾ ഹൈറ്റിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഡോൺ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടാളും വെക്കേണ്ട, നാളെ ഷാജാശ്വരിയെ കൊണ്ടുവന്ന് വെപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, ഞാനും കൂടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോൺ പതുക്കെ കയറി. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഗാഡിൻ്റെ അതിലേക്ക് കടത്തിയിട്ട് ആ ഒരു ഇതുമ്മേ സ്ക്രൂ ചെയ്യുക. 2 സ്ക്രൂമിയാണ് ഈ സംഭവം നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എന്തുട്ടനാവുമെന്ന് തോന്നും, ഭയങ്കര ഫ്രെയിമൊക്കെ ആയിട്ട് തോന്നും. ഒന്നുമില്ല, ഒരു ഗ്ലാസ്, ഒരു എംപ്റ്റി ബോക്സിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് കൊണ്ട് വെച്ചേക്കാണ്. ഇതാണ് ഞങ്ങളുടെ രൂപക്കൂട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നിലേക്ക് താഴേക്കുള്ളത് ഓരോ പ്രാവശ്യമായിട്ട് പണിതിട്ടാണ് ഇപ്പോഴത്തെ കാണുന്ന ഈ രൂപമായത്. കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ ചെയ്തതാണ് ഇങ്ങനെ ഫുൾ സെറ്റാക്കി. അവിടുന്ന് ഇവിടുന്നൊക്കെ പണിത് ആക്കിയപ്പോഴാണ് ശരിക്കും ഒരു നടയായത്. അതുവരെ ഞങ്ങൾക്ക് വീടൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ പോലും നട അതിൻ്റേതായ ഒരു രീതിയിൽ വെക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. പക്ഷേ ഇപ്പോൾ കറക്റ്റാണ്, സെറ്റിയും കാര്യങ്ങളൊക്കെ ആക്കി കറക്റ്റാണ് നട നേരെ താഴേക്ക്. അപ്പോൾ ഏറ്റവും താഴെയുള്ള കബേർഡ് ശരിക്കും ഞങ്ങൾക്ക് മാറ്റാവുന്ന പോലെയാണ് നമ്മൾ പണിതിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഒന്ന് സെറ്റ് അങ്ങോട്ടും കൂടെ മാറ്റിയിടണമെങ്കിൽ ആ കബേർഡ് മാറ്റാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ പണിതിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ ഡോൺ കയറി സ്ക്രൂ ചെയ്തു. അപ്പോൾ അത് അങ്ങോട്ട് ഫിറ്റായി. രണ്ട് ഇതുമ്മയാണ് അത് നിൽക്കണേ, 2 ക്ലാമ്പ് ഉള്ളിന്നാണ് അങ്ങോട്ടാണ് അതിൻ്റെ പണി കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ്. ബൾബങ്ങ് ഫ്യൂസായി കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ചില്ല, കറണ്ട് എപ്പോൾ പോകണോ അപ്പോഴും ഇത് കത്തിക്കൊണ്ടിരിക്കും. അതായത് ഒരിക്കലും കെടില്ല. ഇൻവെർട്ടർമേ ഉണ്ട്, കറണ്ട് പോയാലും എന്താ അതിൻ്റെ ടെക്നിക്ക് എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ വീട്ടിൽ ക്രിസ്തുരാജൻ്റെ ലൈറ്റ് കേടില്ല ആ ദിവസം. അതുകൊണ്ട് കാര്യമാണ്
ഇങ്ങനെ ആയത് എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. പക്ഷേ നേരത്തോട് നേരം കഴിഞ്ഞതും സംഭവം ശരിയാക്കി. അപ്പോൾ ഇത് ദേ നമ്മളുടെ മാല. എൻ്റെ സ്വന്തം ഓർണമെൻറ്റ്സ് കാണിച്ച സമയത്ത് ഞാൻ ഈ മാല കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടമാനം പേര് ചോദിച്ചു. അപ്പോൾ ഒരാൾക്ക് എന്ത് തന്നെയായാലും വേണമെന്ന് പറഞ്ഞപ്പോൾ തപ്പിപ്പിടിച്ച് നമ്മൾ പറഞ്ഞു അന്ന് എനിക്ക് എവിടെ നിന്നാണോ കൊണ്ടുവന്നത്, ഇവിടെ നിന്നല്ല പുറമേ നിന്നായിരുന്നു, അവരോട് വരുത്തിച്ചിട്ട് 2 പീസ് കൊണ്ടുവന്നതാണ്. ഒന്ന് ഒരു 8 പിടിയും ഒന്ന് ഒരു 6 പിടിയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ 2x4 ബാക്കിയുള്ളതാണ്. ബാക്കി എല്ലാ സൈസും കഴിഞ്ഞു. 2x4 ഒരു 4-5 പീസുകളുള്ളതാണ് കേട്ടോ ഇത് സിഗ്സാഗ് ബാംഗിൾസ്. അപ്പോൾ വേറെ ഒറ്റ സൈസിൽ 2, 6, 8, 10, 2x4 മാത്രം. അതിൽ ഇത്രയും പീസ് മാത്രം കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ തിരിച്ച് പറയണതും കാണിക്കണതും. അപ്പോൾ ആകെ ഈ 2, 4, 6 പീസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അതിലൊരു റൂബി ഉണ്ട്, 2 പീച്ചുണ്ട്, പിന്നെ 2 ഡബിൾ സ്റ്റോൺ ആയിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇത് എന്തൊട്ട് സംഭവം എന്ന് വെച്ചാൽ ഞാൻ 2-3 ദിവസമായിട്ട് ഈ മാലയും ലോക്കറ്റ് ഇട്ടിരുന്നു. അപ്പോൾ കുറേ കുട്ടികളായി ചോദിക്കണു, ആൻറ്റി ഒരു കുട്ടിക്ക് എന്ത് തന്നെയായാലും ഇത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ക്രിസ്റ്റലിൻ്റെ ഒരു ലോക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ രാത്രി നമ്മളുടെ ഉച്ചയിലത്തെ ഫുഡ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതന്നെ മതി എന്ന് പറഞ്ഞ് ഡിവൈൻ കുട്ടികളെയും കൊണ്ട് പോയിട്ടാണ് മുകളിലേക്ക്. കാരണം തോമു ലെവൽ മാറി തുടങ്ങി, ചാക്കോച്ചന് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ താഴത്ത് കിടത്താണ്ട് നേരത്തോടെ കിടത്തി ഉറക്കുകയാണ് ഇപ്പോൾ തോമുവിനെ. അപ്പോൾ അങ്ങനെ അവർ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ നമ്മുടെ പരിപാടികളൊക്കെ കഴിച്ച് വെച്ചിട്ട് പതുക്കെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് നമ്മുടെ ഹാളിലേക്ക് വന്നു. അപ്പോൾ ഡോണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കിടക്കണ സമയത്ത് നമുക്ക് ആ ബോക്സ് ഒന്ന് തുറന്ന് നോക്കണം എന്ന്. കാരണം അങ്ങനെ തന്നെ വെച്ചേക്കല്ലേ. അപ്പം ഞാൻ ബോക്സ് കൈ പറ്റിയ സമയത്ത് ഞാൻ വിളിച്ച് ആ മോളോട് പറഞ്ഞു എനിക്കിങ്ങനെ ബോക്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ആൻറ്റി അതിൽ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്തുട്ട് അതിൻ്റെ ഉള്ള പറഞ്ഞു അതിലൊന്നുമില്ല ആൻറ്റി, കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് പതുക്കെ തുറക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടുന്ന് മറ്റേ എന്താ പറയുക ബിസിനസ്സിൻ്റെ കാര്യത്തിന് ഇരിക്കാൻ നിന്നപ്പോൾ ഡാഡി പറഞ്ഞു ഇന്നിപ്പോൾ വേണ്ട, ഇന്നിപ്പോൾ ഇത്രയും ലേറ്റായില്ലേ, ഇന്ന് നേരത്തെ കിടക്കാം. കാരണം ഇന്നലെ ഡാഡി പതിവിൽ വിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ ലേറ്റായിട്ടാണ് കിടന്നത്. ഡാഡിക്ക് അത് ശീലമല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ കിടക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെറുതെ ഡാഡിക്ക് ഇല്ലാത്ത വയ്യായ വരുത്തണ്ടല്ലോ, ഞാൻ പറഞ്ഞു കിടന്നോന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് തുണികൾ എടുത്തു കൊണ്ടുവന്നു പുറത്തുനിന്ന്. അപ്പോൾ ഇവിടെ ആരും ഈ റൂമിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അകത്ത് ഫാൻ ഇട്ടിട്ട് പതുക്കെ ഒക്കെ ഉണങ്ങിയതാണ്, നല്ല വെയിലുണ്ടായിരുന്നല്ലോ, ഉണങ്ങിയതാണ്. എന്നാലും ഞാൻ ഇങ്ങനെ വാതിലിൻ്റെ അവിടെ ഇവിടെ ഹാങ്ങറിനും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അപ്പോൾ രാവിലെ നമ്മൾ എണീക്കിനോട് കൂടിയിട്ട് ഇങ്ങോട്ട് കടന്നിട്ട് ഇതൊക്കെ മടക്കി വെക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ തുണികളെ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കെടുക്കുക എന്നല്ലാണ്ട് കാര്യമില്ല. കാരണം നിർത്തി കൊട്ടിയിട്ടാണല്ലോ മഴ പെയ്യണത്. ഒന്ന് പെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിലുദിക്കും, പിന്നെയും മഴ പെയ്യും. അപ്പോൾ നമുക്ക് തുണിക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് രാത്രി ആ ഉണങ്ങിയ തുണികൾ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് രാവിലെ എടുത്ത് മടക്കും. അപ്പോൾ ഇതാണ് ആ ബോക്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബോക്സ് എന്തിനാണ് ഇങ്ങനെ കാണിക്കണേന്ന്. കാരണം ഇതിനകത്ത് നമ്മൾ സാധാരണ ആരെങ്കിലും വരുമ്പോൾ നമ്മൾക്ക് കുറേ തിന്നാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ കൊണ്ടുവരാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ബോക്സായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ കാണിക്കാം. തിന്നുന്ന സാധനങ്ങളോ എടുക്കണതോ കാണിക്കാനല്ല, ഇസ്രായേലിലത്തെ അവിടുത്തെ പള്ളിയിലത്തെ കുറേ സാധനങ്ങൾ, അവിടുത്തെ ഏറ്റവും നല്ല എന്താ പറയുക ഓരോ പള്ളികളിലും ഓരോ അടയാളങ്ങളുണ്ടാവും. ഓരോ സ്ഥലങ്ങളിൽ ഒരിക്കലും മെഴുകുതിരിയാണെങ്കിൽ ചിലപ്പോൾ കുന്തിരിക്കാവോ അങ്ങനെ ഉണ്ടാവും. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അവിടുത്തെ പള്ളിയിലത്തെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ, അവിടുത്തെ സാധനങ്ങളാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല, ഓരോന്നിനും അതിൻ്റേതായ വിശുദ്ധിയുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, നിങ്ങൾക്കും കാണണ്ടേ അതൊക്കെ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചുവിട്ടു. അപ്പോൾ ഡോൺ അപ്പോഴേക്കും കയറിപ്പോയി. ഡോൺ എല്ലാതും കണ്ട് അവനാണ് കംപ്ലീറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് വേറെ ഇടാട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ. വീഡിയോ അല്ല, സാധനങ്ങൾ മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഈ ഇത് കേട്ടോ, നല്ല ഫ്ലേവറായിരുന്നു. അപ്പോൾ ഞാൻ ഷുഗർ ഫ്രീ ഇട്ടിട്ട് എന്തായാലും ഒരു പാക്കറ്റ് പൊട്ടിച്ചു. എന്നാൽ പിന്നെ അത് ഫ്ലേവേർഡ് ടീ ആണ് കേട്ടോ, ടീ അല്ല, ടീ എന്ന് വേണമെങ്കിൽ പറയാം, ടീ തന്നെ. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഒരു പുതിയ ഫോണും പിന്നെ സോഫിയുടെ ഈ ഗിഫ്റ്റും, ഇതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പം നാളെ നല്ല വിശേഷമായിട്ട് വേഗം വരാം കേട്ടോ. അതുവരേക്ക് ബൈ.